നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 46.73% പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി. 1 മണിവരെയുള്ള കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. വിപിൻ, ഇപ്പോഴും ബൂത്തുകളിൽ ക്യൂ ഉണ്ടോ? സാധാരണ ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് തിരക്ക് കുറയും, പിന്നീട് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് സജീവമാകുന്നത്. നിലമ്പൂരിലെ സാഹചര്യം എന്താണ്? ഇപ്പോഴും ബൂത്തുകളിൽ ആളുണ്ടോ വിപിൻ? വിജയകുമാർ, ഈ പറഞ്ഞതുപോലെ തന്നെ സമാന സാഹചര്യം തന്നെയാണ് നിലമ്പൂരിലും. രാവിലെ നല്ലൊരു തിരക്കുണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോഴൊന്ന് മന്ദഗതിയിലായിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം ആ തിരക്കുണ്ടാകും. അതിന് ജോലിക്കൊക്കെ പോയിട്ടുള്ള, പണിക്കൊക്കെ പോയിട്ടുള്ള ആളുകൾ അതുവരെ തിരിച്ചു ആ സമയമാകുമ്പോഴേക്കും വരും. അങ്ങനെ വൈകിട്ടാവുമ്പോൾ തിരക്കുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ ഒരു നീണ്ട നിര എവിടെയും കാണാനില്ല. പക്ഷേ സ്ത്രീകൾ കൂടുതലായി വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു എന്നുള്ളതാണ് രാവിലെ മുതലുള്ള കാഴ്ചകൾ. ഈ നിലമ്പൂർ നഗരസഭയ്ക്കുള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. നിലമ്പൂർ നഗരസഭയിൽ പുരുഷന്മാർക്ക് കൂടുതൽ സ്ത്രീ വോട്ടർമാർ ഉള്ള ഒരു സ്ഥലമാണ്. ഇതുവരെ 46% പോളിംഗ് ആണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഒട്ടും കുറവാണെന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം 76% പോയതാണ് 2021. അത്രയ്ക്ക് വരുമോ എന്നുള്ള കാര്യം ഒരു സംശയമായി തന്നെ നിൽക്കുകയാണ്. ഒപ്പം നല്ല മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴേക്കും മഴ കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് ഒരു സാധ്യത കാണുന്നത്. അത് എത്രത്തോളം വോട്ടിങ്ങിനെ ബാധിക്കും, അല്ലെങ്കിൽ ആളുകൾ കൂടുതലായി എത്തുന്നതിനുള്ളൊരു തടസ്സമാകുമോ എന്നുള്ള സംശയം മുന്നണികൾക്കുണ്ട്. അവർ പരമാവധി വീടുകളിലേക്ക് എത്തി ആളുകളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ളൊരു ശ്രമം ആ രീതിക്ക് കൂടി നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 46% ഉച്ചയായപ്പോഴേക്കും പോയത്. ഒരു 70% എത്താനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ, വിജയകുമാർ അത് എടുത്തു പറയേണ്ടതാണ്, അതായത് കഴിഞ്ഞ ലോക്സഭ ഇപ്പോൾ ഈ ഒരു 8 മാസം മുൻപാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആ ഉപതെരഞ്ഞെടുപ്പിൽ 64% മാത്രമായിരുന്നു വോട്ടിംഗ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടുതൽ വോട്ടിംഗ് വരണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചെയ്യുന്ന വോട്ടുകളുടെ എണ്ണം വളരെ കൂടുന്നതാണ് എല്ലാ മുന്നണികളെ സംബന്ധിച്ചിട്ടും ഇപ്പോൾ ഒരു പ്രതീക്ഷ നൽകുന്നത്. അപ്പോൾ അത് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിൽക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ ബൂത്തുകളിലേക്കും ഇപ്പോൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വഴിക്കടവും അവിടെ നടന്ന രാഷ്ട്രീയ പ്രചാരണം, കടുത്ത പോരാട്ടത്തിന്റെ അന്തരീക്ഷം, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്ന് ക്യാമ്പയിൻ നടത്തിയതിന്റെ ഒക്കെ റിസൾട്ട് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കേണ്ടതാണ്. ഒരു 70% പോരാ, ഒരു 75എങ്കിലും ന്യായമായും ഉണ്ടാകേണ്ടതാണ്. അത്രയും കടുത്തതായിരുന്നു പോരാട്ടം. അതുകൊണ്ട് ആ പോരാട്ടം ആളുകൾ, വോട്ടർമാർ, മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നത് വൈകിട്ടറിയാം, അല്ലേ? അതെ, ഈ ആ ഒരു പ്രചാരണത്തിന്റെ ചൂട്, അത് രാവിലത്തെ ഒരു തിരക്കൊക്കെ കണ്ടപ്പോൾ നമ്മളും പ്രതീക്ഷിച്ചതാണ്. കാരണം എല്ലാ മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നിലമ്പൂരിൽ ഒരു ക്യാമ്പ് ചെയ്യുകയായിരുന്നു. അവർ മുക്കിലും മൂലയിലും വരെ മന്ത്രിമാരൊക്കെ എത്തിയാണ് വോട്ടുകൾ ചോദിച്ചിരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ, ദേശീയ നേതാക്കൾ എല്ലാവരും എത്തിയിരുന്നത്. വോട്ടിങ്ങിനെ സംബന്ധിച്ച് അത് ആദ്യം മുതൽ തന്നെ ഉള്ള ഒരു ആശങ്കയായിരുന്നു. കാരണം 8 മാസമേ ആയിട്ടുള്ളൂ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട്. അതിനുശേഷം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണ് എന്നുള്ളത് കൂടുതൽ പേരും ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ആദ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അതൊരു തണുപ്പൻ തുടക്കം തന്നെയായിരുന്നു. പിന്നീട് ഈ അൻവറിന്റെ വിഷയമൊക്കെ വരുന്നു, എല്ലാ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു, ഒപ്പം പ്രധാനപ്പെട്ട നേതാക്കൾ എത്തുന്നു. അങ്ങനെ ചൂടുപിടിച്ചാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു വലിയ പോരാട്ടത്തിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികൾ ഒരു ഹൈ ക്ലാസ് പ്രൊഫൈലൊക്കെയുള്ള സ്ഥാനാർത്ഥികൾ കൂടി ആയതോടുകൂടി വലിയൊരു മത്സരത്തിലേക്ക് വരികയായിരുന്നു. പക്ഷേ അത് വോട്ടിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ആളുകൾ കൂടുതൽ എത്തുമോ എന്നുള്ളൊരു ആശങ്ക ആദ്യം മുതൽ മുന്നണികൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ 46% ആയിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം പരമാവധി ആളുകളെ എത്തിക്കുന്നതിനുള്ളൊരു ശ്രമം 3 മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകും. പി വി അൻവർ ഉൾപ്പെടെ പല ഭാഗത്തും പോയി വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം അവസാന ഘട്ടമായി നടത്തുകയാണ്. എല്ലാ ബൂത്തുകളിലേക്കും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ കയറി ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ച. ഒപ്പം മഴ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. രാവിലെയും നല്ല മഴയുണ്ടായിരുന്നു, ഇപ്പോഴും അത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായി ആളുകൾ എത്തുമോ? സാധാരണഗതിയിൽ ഈ സ്ത്രീകളൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ഇറങ്ങുക. അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 70 മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു 70 എന്നുള്ളതിലേക്കൊക്കെ തന്നെയായിരിക്കും ചുരുങ്ങാനും സാധ്യത. വിജയകുമാർ. ശരി വിപിൻ, എന്തായാലും അത് 70-ൽ താഴെയൊക്കെ ആണെങ്കിൽ അത് വളരെ കുറവാണ്. 75 വരേണ്ടതാണ്. അപ്പോൾ വലിയ പോരാട്ടം നടന്നതാണ്, പ്രചാരണം നടന്നതാണ്, അത്രയും രാഷ്ട്രീയ നാടകങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന വോട്ടെടുപ്പിൽ പ്രതിഫലിക്കേണ്ടതാണ്. ജനങ്ങൾ അതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നത് ഇന്ന് വൈകിട്ട് തന്നെ അറിയാം. റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ എന്തായിരുന്നു ജനങ്ങളുടെ മനസ്സിലിരിപ്പ്, വോട്ടെടുപ്പിനോടുള്ള, ഈ ഉപതെരഞ്ഞെടുപ്പിനുള്ള അവരുടെ പ്രതികരണം എന്താണ് എന്നത് ഇന്ന് വൈകിട്ട് തന്നെ അറിയാൻ കഴിയും. കനത്ത മഴ ഒരു പ്രതികൂല കാലാവസ്ഥയായി ഈ വോട്ടെടുപ്പിനെ ബാധിക്കുന്നുണ്ടോ എന്നൊരു സംശയവും വിപിൻ സി വിജയൻ പങ്കുവയ്ക്കുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്.